എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. പിന്നെ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഒഴിച്ചുകറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പരിപ്പും അതുപോലെ തന്നെ പടവലങ്ങയും കൂടി ചേർന്നുള്ള ഒരു അടിപൊളി കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ കറി വെക്കുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് പരിപ്പ് ഒരു കുക്കറിലേക്ക് കഴുകിയിട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പടവലങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പടവലങ്ങൻ്റെ മുകളിലുള്ള തോലൊന്ന് വരണ്ടി കളഞ്ഞതിന് ശേഷം പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഞാൻ ഈ പടവലങ്ങയും പരിപ്പും ചേർന്നിട്ടുള്ള ഒരു അടിപൊളി മെഴുക്ക് വരട്ടി ൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അതും വളരെ ടേസ്റ്റിയാണ്. ഇത് ആവശ്യത്തിന് എരിവിനുള്ള പിന്നെ മുളകും കൂടി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്കറ് ഒരു വിസിൽ അല്ലെങ്കിൽ 2 വിസിൽ പരിപ്പ് വേവുന്നതിൻ്റെ അളവനുസരിച്ച് നമുക്ക് വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 വിസിൽ എനിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ കുക്കർ അനുസരിച്ചും അതുപോലെ തന്നെ പരിപ്പിൻ്റെ വേവ് അനുസരിച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിക്കട്ടെ. പിന്നെ ഇതിലേക്ക് തേങ്ങേൻ്റെ ഒരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണിലും കുറവ് ജീരകം, ഒരു 1/4 ടീസ്പൂണിലും കുറവളവ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു വലിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ അതിനനുസരിച്ച് കുറവ് മതി. അപ്പോൾ എനിക്ക് ചെറുതായതുകൊണ്ടാണ് 4 എടുക്കേണ്ടി വന്നിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഒരു തേങ്ങേൻ്റെ അരപ്പ് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഈ ജീരകത്തിൻ്റെ ഒന്നും അളവ് കൂടരുത് കേട്ടോ. ജീരകത്തിൻ്റെയൊക്കെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് ഫുള്ളായിട്ട് ആ ഒരു കുത്തുന്ന ടേസ്റ്റ് ജീരകത്തിൻ്റെ കട്ടി കൂടിയൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഞാൻ കുക്കറിൽ 4 വിസിലടുപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ 2 വിസിലടിച്ചപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ 4 വിസിലടുപ്പിച്ചു. എന്നിട്ട് പോലും കുക്കറിൻ്റെ അടപ്പ് നിങ്ങൾ കണ്ടോ, ഒട്ടും തന്നെ സ്പ്രെഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എൻ്റെ ചാനലിൽ ഷോർട്സിലുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതേ പരിപ്പ് പരിപ്പിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത്, പരിപ്പിൽ വെള്ളം നല്ലോണം പറ്റിച്ചേർന്ന് പോയായിരുന്നു. കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് പരിപ്പും പടവലും കൂടി വേവിച്ചത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ തേങ്ങ അരച്ച് ചേർക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അതേ നന്നായിട്ട് മഷി പോലെ അരച്ചിട്ടുള്ള തേങ്ങ, അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത് തേങ്ങ കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് അരച്ചിട്ടുള്ള നമ്മളെ തേങ്ങേൻ്റെ കൂട്ടും കൂടി പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് തീ കത്തിച്ചിട്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഒരുപാടങ്ങ് വെട്ടി തിളയ്ക്കണ്ട. എന്നാൽ ഈ ഒരു തേങ്ങേൻ്റെ അരപ്പിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ അടുപ്പിൽ വെച്ചിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. നല്ല അടിപൊളി. ഇതിൽ തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും പരിപ്പും പടവലവും ചേർത്തിട്ട് തേങ്ങ അരയ്ക്കാതെ നമുക്ക് ഇതേ കറി തന്നെ വയ്ക്കുക. തേങ്ങ ഇടുന്ന ആ ഒരു പോർഷൻ മാത്രം ഒന്ന് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെയാണെങ്കിലും അതിഗംഭീരമായിട്ടുള്ള രുചിയാണ്. നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇനിയിപ്പോൾ വേറെ ഒരു കറി ഇല്ലെങ്കിൽ ഒരു പപ്പടം പൊരിച്ചോ അല്ലെങ്കിൽ ഒരു ചുട്ട പപ്പടം ആണെങ്കിൽ പോലും സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇനി ഇതിലേക്കൊരു താളിപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ എടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുകയാണ്. കാരണം പരിപ്പ് കറി ആയതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് വയറിന് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പരിപ്പ് ചെറുപയർ അങ്ങനെയുള്ളതൊക്കെ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു ടിപ്പാണ് കേട്ടോ. നമുക്ക് വയറിന് ബുദ്ധിമുട്ടൊന്നും വരില്ല. പിന്നെ അതിലേക്ക് ഞാൻ ചെറിയുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. അരപ്പ് നന്നായി മൂത്ത് വന്നപ്പോഴത്തേക്കും ഈ ഒരു വറവും കൂടി കറിയിലേക്ക് ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും പടവലങ്ങ പരിപ്പ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സ്വാദിഷ്ടമായ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് രൂപത്തിൽ വന്ന് ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എല്ലാവരോടും എനിക്കൊരു പരാതിയും പരിഭവവും ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മിക്ക ആളുകളും കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെട്ടോ, നിങ്ങളിത് തയ്യാറാക്കാറുണ്ടോ, ഒരു കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാവണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഒഴിച്ചുകറിയുടെ റെസിപ്പി, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒഴിച്ചുകറിയുടെ റെസിപ്പി, സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന തോരൻ്റെ റെസിപ്പിയൊക്കെ ഞങ്ങളുടെ ചാനലിൽ ഇൻക്ലൂഡാണ്. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഒരുപാട് നല്ല വീഡിയോ ആയിട്ട്
പിന്നെ നല്ല നല്ല റെസിപ്പികളായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.